നായകവേഷത്തിൽ തിളങ്ങി നിൽക്കെ പൊടുന്നനെ ഒരു പ്രഖ്യാപനം. അയാളൊരു സംവിധായകനാകുന്നു. നായകൻ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. താരം താരരാജാവിനെ വെച്ച് പടമെടുക്കുന്നു. വല്ലാത്തൊരു വെല്ലുവിളിയാണത്. പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാകുന്നത് സ്വാഭാവികം. പാളിയാൽ ജീവിതകാലം ചീത്തവിളി കേൾക്കേണ്ടി വരും. ബന്ധങ്ങളിൽ വിള്ളൽ വരും. അങ്ങനെ ആശങ്കകൾ പലതുണ്ടായിരുന്നു. എന്നിട്ടും മാറി ചിന്തിച്ചില്ല. ആ ആത്മവിശ്വാസത്തിന്റെ പേരാണ് പൃഥ്വിരാജ്. അങ്ങനെ മലയാളം അതുവരെ കാണാത്ത ബജറ്റിൽ ലൂസിഫർ ഒരുങ്ങി. മോഹൻലാൽ എന്ന അതികായനെ പ്രേക്ഷകർ കാണാൻ കൊതിക്കും വിധം മുരളി ഗോപി തിരക്കഥയൊരുക്കി. സ്റ്റീഫൻ നെടുമ്പള്ളി തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. അതുവരെയുള്ള റെക്കോർഡുകൾ പലതും പഴങ്കഥയായി. റിലീസ് ചെയ്ത് 8 ദിവസത്തിനിടെ പടം 100 കോടി കടന്നു. രാഷ്ട്രീയ അധോലോക മയക്കുമരുന്നു മാഫിയകളിലെ കിടമത്സരങ്ങൾ മുൻപും സിനിമകൾക്ക് പ്രമേയമായിട്ടുണ്ടെങ്കിലും മേക്കിങ്ങിലെ വ്യത്യസ്തത കൊണ്ടും കാസ്റ്റിംഗിലെ വലുപ്പം കൊണ്ടും ലൂസിഫർ പ്രേക്ഷകരുടെ കയ്യടി നേടി. സ്ക്രീനിൽ ലാലേട്ടൻ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ആരവമുയർന്നു. നെടുനീളൻ ഡയലോഗുകളില്ല. പതിഞ്ഞ ശബ്ദത്തിൽ കുറുക്കിക്കൊള്ളുന്ന കുറിയ ഡയലോഗുകൾ മാത്രം സ്റ്റീഫൻ പറഞ്ഞു. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ, ഇന്ദ്രജിത്ത്, വിവേക് ഒബ്രോയ്, സായ് കുമാർ നിഗൂഢതയൊളിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം അടയാളപ്പെടുത്തി മടങ്ങി. ദീപക് ദേവ് സിനിമയുടെ ചടുലതയ്ക്കൊത്ത പശ്ചാത്തല സംഗീതം നൽകി. സുജിത് വാസുദേവിന്റെ ഫ്രെയിമുകൾ അതിഗംഭീരമായി. 6 വർഷത്തിനിപ്പുറം ചിത്രത്തിന്റെ 2ാം ഭാഗം പുറത്തുവരുന്നു. എമ്പുരാൻ പിറക്കുന്നു. ട്രെയിലർ ആദ്യം കണ്ട സൂപ്പർ സ്റ്റാർ രജനി വരെ ഞെട്ടി. ഇപ്പോഴിതാ കണ്ടവരൊക്കെ കാത്തിരിക്കുകയാണ്. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്യുമ്പോൾ ചെകുത്താനെയല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ എന്നാണ് ട്രെയിലറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ചോദ്യം. ത്രസിപ്പിക്കുന്നതിനൊപ്പം സസ്പെൻസ് കൂടി ഒളിപ്പിച്ചാണ് ട്രെയിലർ. വരാനുള്ളത് വലുതെന്ന് ഉറപ്പ്. ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ആസ്വാദകരുടെയും അണിയറ പ്രവർത്തകരുടെയും വാഴ്ത്തുപാട്ടുകൾ പൃഥ്വിരാജിന് മേലുണ്ട്. സർഗശേഷിക്കൊപ്പം മാറ്റങ്ങൾ വേഗം ഉൾക്കൊള്ളാനുള്ള കഴിവും തികഞ്ഞ സാങ്കേതിക പരിജ്ഞാനവും ഈ താരസംവിധായകനെ വേറിട്ടു നിർത്തുന്നു. ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയേറെ വാർത്താ പ്രാധാന്യം കിട്ടിയ മറ്റൊരു സിനിമയില്ല. എമ്പുരാനെ സംബന്ധിച്ച എന്തും വാർത്താ തലക്കെട്ടുകളായിരുന്നു. ഒടുവിലത്തെ റിലീസിംഗ് പ്രതിസന്ധികൾ വരെ മാധ്യമങ്ങൾ ആഘോഷിച്ചു. 14 മാസം കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. 8 സംസ്ഥാനങ്ങളിലും 6 രാജ്യങ്ങളിലുമായി ലൊക്കേഷനുകൾ നീണ്ടു. താരസാന്നിധ്യം ആവോളം. സംവിധായകൻ പറഞ്ഞതിനൊത്ത് കഥയറിയാതെ അവർ അഭിനയിച്ചു. തിരക്കഥാകൃത്തിനും സംവിധായകനും നായിക നടനും ഉൾപ്പെടെ വിരലിലെണ്ണാവുന്നവർക്കു മാത്രമേ സിനിമയുടെ കഥയറിയൂ. ജതിൻ രാംദാസിനും പ്രിയദർശിനിക്കും എബ്രഹാം ഖുറേഷിക്കും സെയ്ദ് മസൂദിനും പുറമെ വിദേശ താരങ്ങളും എമ്പുരാനിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം. അതിഥി താരമായി മമ്മൂട്ടിയുണ്ടെന്ന് പോലും കഥ പരക്കുന്നുണ്ട്. ബജറ്റ് എത്രയെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 150 കോടി കടന്നു എന്നാണ് അറിവ്. മലയാള സിനിമ വലുതാവണമെങ്കിൽ എമ്പുരാന്റെ വിജയം അനിവാര്യമാണെന്നാണ് ചലച്ചിത്രലോകം പറയുന്നത്. ബാഹുബലിയും KGF-ഉം തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രികൾക്കുണ്ടാക്കിയ ഉണർവ് ചെറുതല്ല. മലയാളത്തിനു പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും അവിടുത്തെ വമ്പന്മാരാണ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തത്. റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു. എമ്പുരാൻ കോടിക്കണക്കുകൾ കടക്കുമോ? പ്രേക്ഷകരുടെ മനം കവരുമോ? കാത്തിരുന്നു കാണാം.